എന്തായിരുന്നു ആലോചിക്കുന്നത്? പുതിയ വല്ല വാക്ക് കണ്ടുപിടിച്ചാ? അല്ല, ഞാൻ ഈ നാനോഷിപ്പിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള റിലേഷൻഷിപ്പ് പോലെയാണോ ഈ നാനോഷിപ്പ്? നോ നോ നോ, അത് വേണ്ട. എന്നാ ജെൻസിയുടെ തന്നെ പറയാം. എന്താ ഈ നാനോഷിപ്പ്? മോഡേൺ ഡേറ്റിംഗ് ലോകത്ത് ദിനം പ്രതി പുതിയ ട്രെൻഡുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് നാനോഷിപ്പ്. കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല. ഡേറ്റിംഗ് ആപ്പായ ടിൻഡർ ഓരോ വർഷങ്ങളിലെയും ഡേറ്റിംഗ് ട്രെൻഡ് മനസ്സിലാക്കാനായി ഇയർ ഇൻ സ്വൈപ്പ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കും. അങ്ങനെ USA, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ഇവർ ഒരു സർവേ നടത്തി. ഡേറ്റിംഗിലെ മാറി മാറി വരുന്ന ട്രെൻഡുകളും ആളുകളുടെ മനോഭാവവും ഒക്കെ മനസ്സിലാക്കാനായിരുന്നു ഇത്. സർവേയിൽ 18 മുതൽ 34 വയസ്സ് വരെ പ്രായമുള്ള സിംഗിൾസിനെ ടിൻഡർ ഉൾപ്പെടുത്തി. ഡേറ്റിംഗിനെ കുറിച്ചുള്ള സർവേയിൽ സിംഗിൾസിന് എന്താ കാര്യം ആലോചിക്കുകയാണോ? എന്നാ കാര്യമുണ്ട്. സിംഗിൾസ് ആയിരിക്കുന്നവരുടെ റൊമാൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ടിൻഡർ വരെ ഞെട്ടിപ്പോയി. ഒരു ദിവസത്തെ ഡിന്നർ ഡേറ്റ്, 1 മണിക്കൂർ നേരത്തെ കണ്ടുമുട്ടൽ, മെട്രോ യാത്രയ്ക്കിടെയുണ്ടായ ചെറിയൊരു റൊമാൻറ്റിക് മൊമെന്റ്. ഡേറ്റ് എത്ര ചെറുതുമാവട്ടെ, സമയത്തിന് റൊമാൻസിനെ നിർണ്ണയിക്കാനാവില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറയുന്നത്. എത്ര ചെറിയ റൊമാൻറ്റിക് മൊമെന്റ് ആണെങ്കിലും അത് വളരെയധികം സന്തോഷം തരുന്നുണ്ടെന്നും ഇവർ പറയുന്നു. സിംഗിൾസിന്റെ ഈ കമന്റ് ആണ് നാനോഷിപ്പ് എന്ന വാക്കിന് ആധാരം. ചുരുക്കി പറഞ്ഞാൽ കമ്മിറ്റ്മെന്റുകളില്ലാത്ത വളരെ കുഞ്ഞു കുഞ്ഞു റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളാണ് നാനോഷിപ്പ്. ഒരു ചെറിയ സമയത്തേക്കുള്ള സുന്ദര ബന്ധം. ഈ ബന്ധം മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവ്. നാനോഷിപ്പുകളിൽ നാളെ എന്നതില്ല. ലിവ് ഇൻ ദ മൊമെന്റ്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന അതിമനോഹരമായ റൊമാൻറ്റിക് മൊമെന്റിനെ നാനോഷിപ്പ് എന്ന് വിളിക്കാം. ബസ്സിലോ ട്രെയിനിലോ കിട്ടിയ ഒരു ചെറിയ പുഞ്ചിരിയും സ്പാർക്ക് എന്നും ക്രഷ് എന്നും ഒക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു മൊമെന്റുകളും ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച കുറച്ച് മണിക്കൂറുകളും എല്ലാം നാനോഷിപ്പാണ്. ടിൻഡറിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായ മെലീസ ഹോബ്ലി സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന ആളുകൾ സ്വീകരിക്കുന്ന ഡേറ്റിംഗ് രീതിയാണ് നാനോഷിപ്പ്. ഇതിനൊപ്പം റിലേഷൻഷിപ്പിൽ എന്ത് വേണമെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ലൗഡ് ലുക്കിംഗ്, ഓൺലൈൻ ഡേറ്റിംഗിൽ ആരംഭിച്ച് വിവാഹത്തിലെത്തുന്ന കിസ്മെറ്റ് തുടങ്ങിയ ഡേറ്റിംഗ് ട്രെൻഡുകളും യുവാക്കൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മളെല്ലാം ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നാനോഷിപ്പിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. സമൂഹത്തിൽ ഒറ്റപ്പെട്ടെന്ന് കരുതുന്ന പലർക്കും നാനോഷിപ്പ് എന്ന ഈ സ്പാർക്ക് അല്പനേരത്തേക്കെങ്കിലും ആശ്വാസം നൽകിയേക്കുമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത്തിരി നേരം മാത്രം നിലനിൽക്കുന്ന നാനോഷിപ്പ് സിംഗിൾസിനും ഒരു ആശ്വാസമാണ്. 2025 ഒരു കോംപ്ലക്സ് ഡേറ്റിംഗ് ജീവിതത്തിന് താല്പര്യമില്ലാത്തവരെല്ലാം നാനോഷിപ്പുകളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻഷിപ്പിനും ടെക്സ്റ്റേഷൻഷിപ്പിനും എല്ലാം വിടാം. ഞാനൊരു നാനോഷിപ്പിന് പോയിട്ട് വരാം.